നിവ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. ഫുട്ബോൾ എന്നാൽ കേവലം 90 മിനിറ്റിലെ ആവേശം മാത്രമല്ല, അതിനപ്പുറം പരസ്പരം താങ്ങാകേണ്ട മനുഷ്യത്വത്തിന്റെ വലിയൊരു മൈതാനം കൂടിയാണെന്ന് തെളിയിക്കുകയാണ് ഒറ്റപ്പാലത്തെ ഒരു കൂട്ടം ബ്രസീൽ ആരാധകർ. കഴിഞ്ഞ ലോകകപ്പിലെ ബ്രസീലിന്റെ കനത്ത തോൽവിയിൽ ജീവിതം തന്നെ തളർന്നുപോയ എറണാകുളം കാക്കനാട് സ്വദേശി അക്ഷയ്ക്ക് സ്നേഹവും കരുതലും ഒപ്പം സാമ്പത്തിക സഹായവുമായി എത്തിയിരിക്കുകയാണ് ഒറ്റപ്പാലം ബ്രസീൽ ഫാൻസ്. നീ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ നിന്റെ കൂടെയുണ്ട് എന്ന വലിയൊരു സന്ദേശവുമായി അക്ഷയിന്റെ കാക്കനാട്ടെ വീട്ടിൽ നേരിട്ടെത്തിയ ആരാധകർ കേവലം ഒരു ധനസഹായം നൽകുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ജീവിതത്തോടുള്ള പോരാട്ടത്തിൽ അവന് വലിയൊരു ആത്മവിശ്വാസം പകർന്നു നൽകുക കൂടിയായിരുന്നു. അക്ഷയിന്റെ പേരെഴുതിയ ബ്രസീൽ ജേഴ്സി സമ്മാനിച്ചും ഒന്നിച്ച് കേക്ക് മുറിച്ചും അവർ ആ കുടുംബത്തോടൊപ്പം ഏറെ സമയം ചെലവഴിച്ചു. കൂടാതെ ആരാധക കൂട്ടായ്മയിലൂടെ സമാഹരിച്ച 1,13,000 രൂപയും അവർ കുടുംബത്തിന് കൈമാറി. 2022 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ബ്രസീൽ ക്രൊയേഷ്യയോട് തോറ്റ് പുറത്തായ ആ രാത്രി അക്ഷയ് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതിനെ തുടർന്ന് ശരീരം മുഴുവൻ തളർന്നുപോയി. നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് ഒരു സാധാരണ കുടുംബമായ ഇവർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തിയിരുന്നത്. ലോകകപ്പ് ആവേശത്തിനിടയിൽ ഒറ്റപ്പാലം ടൗണിൽ 430 അടി നീളമുള്ള കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചാണ് ഒറ്റപ്പാലത്തെ ബ്രസീൽ ആരാധകർ അന്ന് വാർത്തകളിൽ നിറഞ്ഞത്. എന്നാൽ ഇതിന്റെ ചിത്രങ്ങൾക്ക് താഴെ വന്ന ഒരു സോഷ്യൽ മീഡിയ കമന്റ് ഇവരെ ഇരുത്തി ചിന്തിപ്പിച്ചു. ഇത്രയും പൈസ ഫ്ലക്സിന് വേണ്ടി ചെലവാക്കുന്നതിന് പകരം വല്ല ചാരിറ്റി പ്രവർത്തനവും ചെയ്തുകൂടെ എന്ന ആ ചോദ്യം അവർ അവഗണിച്ചില്ല. വൈകാതെ തന്നെ മാധ്യമങ്ങളിലൂടെയാണ് അക്ഷയിന്റെ ദയനീയമായ അവസ്ഥ ഇവർ അറിയുന്നത്. ഒരു കാലത്ത് വിവിധ പ്രാദേശിക ക്ലബ്ബുകൾക്ക് വേണ്ടി ഫുട്ബോൾ കളിക്കാൻ അക്ഷയ് ഒറ്റപ്പാലത്തെത്തിയിരുന്ന ഓർമ്മകൾ കൂടിയായപ്പോൾ ആരാധകർക്ക് ഒട്ടും മടിച്ചു നിൽക്കാനായില്ല. ഉടൻ തന്നെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ബ്രസീൽ ആരാധകരുമായി ബന്ധപ്പെട്ട് ഇവർ ധനസമാഹരണം നടത്തുകയായിരുന്നു. കെ ഫർഷാദ്, പി റിയാസ്, പി സുനിൽ, കെ ഷമീർ, എ നദീം, വൈ ജുനൈസ് എന്നിവരടങ്ങിയ സംഘമാണ് ഒറ്റപ്പാലത്ത് നിന്നും കാക്കനാട്ടേക്ക് അക്ഷയിനെ കാണാനെത്തിയത്. ചടങ്ങിൽ അക്ഷയിന്റെ അച്ഛൻ പുരുഷോത്തമൻ, അമ്മ ജയ എന്നിവർ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. കളിക്കളത്തിലെ കൂട്ടുകാരന് പ്രിയപ്പെട്ട ആരാധകർ നൽകിയ ഈ സ്നേഹക്കരുതൽ അക്ഷയിന്റെ ആരോഗ്യ വീണ്ടെടുപ്പിന് വലിയൊരു ഊർജമാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ഐശ്വര്യ ഹൈടെക് ലേഡീസ് ബ്യൂട്ടി പാർലർ ആൻഡ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ, ഗോൾഡൻ പ്ലാസ ബിൽഡിംഗ്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് എതിർവശം, ഒറ്റപ്പാലം.